നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പശ്ചിമ ബംഗാളിൽ BJP അധികാരം പിടിച്ചതോടെ അനധികൃത കുടിയേറ്റക്കാരായ ബംഗ്ലാദേശികളെ രാജ്യത്തു നിന്നും പുറത്താക്കാനുള്ള നടപടിക്രമങ്ങൾക്ക് വേഗതയേറിയിരിക്കുകയാണ്. കാരണം ഏറ്റവും അധികം ബംഗ്ലാദേശികൾ നുഴഞ്ഞുകയറിയിട്ടുള്ള സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. നേരത്തെ അസം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ബംഗ്ലാദേശികളെ പുറത്താക്കുന്ന നടപടികൾ അതത് സർക്കാരുകൾ ആരംഭിച്ചിരുന്നു. എന്നാൽ ബംഗാളിൽ അധികാരത്തിലുണ്ടായിരുന്ന മമതാ ബാനർജി സർക്കാർ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ നടപടിയെടുത്തില്ല എന്ന് മാത്രമല്ല, ഈ കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് സ്വീകരിച്ചിരുന്നത്. എന്നാൽ BJP ബംഗാൾ പിടിച്ചതോടുകൂടി സാഹചര്യം മാറി. അനധികൃതമായി രാജ്യത്ത് താമസിക്കുന്ന, അതായത് പശ്ചിമ ബംഗാളിൽ താമസിക്കുന്ന ബംഗ്ലാദേശികളെ പിടിച്ചു പുറത്താക്കാൻ എല്ലാ പ്രധാനപ്പെട്ട നടപടികളും ആരംഭിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. ബംഗ്ലാദേശികളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കോടതിയിൽ ഹാജരാക്കാതെ നേരെ BSF തന്നെ കൈമാറാനാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം. മാത്രമല്ല, സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ പരിശോധനകൾ നടത്തി ഇത്തരത്തിൽ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട്. ആരെങ്കിലും അനധികൃത കുടിയേറ്റക്കാർക്ക് ബംഗ്ലാദേശിൽ നിന്നുള്ളവർക്ക് വീട് വാടകയ്ക്ക് നൽകിയാൽ 2 ലക്ഷം രൂപ വരെ പിഴയും അതോടൊപ്പം തന്നെ തടവും ഉൾപ്പെടെയുള്ള ശിക്ഷാവിധികൾ നടപ്പിലാക്കുമെന്ന പ്രഖ്യാപനവുമുണ്ട്. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ സർക്കാർ ജാഗ്രതയോടുകൂടി ഈ പരിശോധന നടത്തുകയാണ്. SIR നടപ്പിലാക്കിയതും സെൻസസ് നടപടികൾ ആരംഭിച്ചതുമെല്ലാം പശ്ചിമ ബംഗാൾ സർക്കാരിന് ഈ അനധികൃത ബംഗ്ലാദേശികളെ കണ്ടെത്താനുള്ള ഏറ്റവും വലിയ മാർഗമായി തീരുകയുമാണ്. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശികൾ രാജ്യത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ സ്വമേധയാ ഒഴിഞ്ഞുപോകാൻ സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതിർത്തിയിലേക്ക് വൻ ജനക്കൂട്ടമാണ് ഇപ്പോൾ ഒഴുകിയെത്തുന്നത്. ബംഗ്ലാദേശ് അതിർത്തി രക്ഷാ സേനയ്ക്ക് വലിയ തലവേദന സൃഷ്ടിച്ചുകൊണ്ട് ധാരാളം ബംഗ്ലാദേശികൾ ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിൽ നിന്ന് പുറത്തേക്ക് കടക്കുകയാണ്. ഇത്തരത്തിൽ പുറത്തേക്ക് പോകുന്നവർക്കെതിരെ നടപടികൾ ഉണ്ടാവില്ലെന്ന് കേന്ദ്ര സർക്കാരും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ പുറത്തേക്ക് പോകുന്നവരുടെ ബയോമെട്രിക് വിശദാംശങ്ങളടക്കം ശേഖരിച്ച ശേഷമാണ് ഇവരെ പുറത്തേക്ക് വിടുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കൽ കൂടി ഇന്ത്യയിലേക്ക് കടക്കാൻ ഇവർ ശ്രമിച്ചാൽ ഉടൻ പിടിക്കപ്പെടും എന്ന സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പശ്ചിമ ബംഗാളിലടക്കം നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ അനധികൃത ബംഗ്ലാദേശികളെ കൂടുതൽ കുരുക്കിലാക്കിയിട്ടുണ്ട്. അവർ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിപ്പോകാതെ മറ്റ് ചില സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറി പാർക്കാനും ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് 20 ലക്ഷത്തോളം ബംഗ്ലാദേശികൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കർണാടകയിൽ എത്തിയിട്ടുണ്ട് എന്ന അനൌദ്യോഗികമായ വിവരങ്ങൾ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കർണാടകയിലെ ഹുബ്ബള്ളിയിൽ ഒരു വലിയ പ്രതിഷേധ റാലി നടന്നിരുന്നു. ഈ പ്രതിഷേധ റാലി ചില ഹിന്ദു സംഘടനകൾ രൂപം കൊടുത്ത പ്രതിഷേധ പരിപാടിയാണ്. ഈ പരിപാടിയിൽ പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടത് അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ, ബംഗ്ലാദേശികൾക്കെതിരെ സർക്കാർ നടപടിയൊന്നും സ്വീകരിക്കുന്നില്ല എന്നായിരുന്നു. അതായത് റെയിൽവേ പോലീസും സംസ്ഥാന സർക്കാരും പോലീസ് ഉദ്യോഗസ്ഥർ ആധാർ കാർഡുകൾ കൃത്യമായി പരിശോധിക്കാതെ അന്യസംസ്ഥാനത്ത് നിന്നുള്ളവർ എന്ന് അവകാശപ്പെട്ടെത്തുന്ന തൊഴിലാളികളെ സംസ്ഥാനത്ത് അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നു. ഇത് വലിയ അപകടം ചെയ്യുകയാണ്. 20 ലക്ഷത്തോളം ബംഗ്ലാദേശികൾ കർണാടക സംസ്ഥാനത്തേക്ക് കടന്നു കയറിയിട്ടുണ്ടെന്നും സംസ്ഥാനത്തിന്റെ സുരക്ഷ അതോടൊപ്പം തന്നെ തൊഴിൽ സുരക്ഷ ഇതിനൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും ജനസംഖ്യ ഘടനയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നുമൊക്കെയാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ ആരോപിക്കുന്നത്. എന്തായാലും പ്രതിഷേധം കണക്കിലെടുത്ത് പോലീസ് പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. റെയിൽവേ പോലീസും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. 20 ലക്ഷം ബംഗ്ലാദേശികൾ കർണാടകയിലേക്ക് കടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് വലിയ ജാഗ്രത കാട്ടേണ്ട സമയമാണ്. പശ്ചിമ ബംഗാളിൽ നിന്നും അസമിൽ നിന്നും ത്രിപുരയിൽ നിന്നുമെല്ലാം ഇവർ രക്ഷപ്പെട്ട് അതിർത്തിയിലേക്ക് പോകാതെ നേരെ മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വരിക, പ്രത്യേകിച്ചും BJP ഭരിക്കാത്ത ഇല്ലെങ്കിൽ BJP ഇതര സർക്കാരുകൾ നിലവിലുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. ഇവരെ ഇത്തരത്തിൽ കർണാടകയിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും എത്തിക്കാൻ ചില സംഘടനകളും ശ്രമം നടത്തുന്നുണ്ട് എന്ന സൂചനയുണ്ട്. ഇവർക്ക് ഇവിടെ നിന്നുള്ള അല്ലെങ്കിൽ ഇത്തരം സംഘടനകളിൽ നിന്നുള്ള സഹായവും ലഭിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ബംഗാളിലേക്കാണ് അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിലേക്കാണ് ഇത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റക്കാർ ആദ്യം പ്രവേശിക്കുന്നത്. കഴിഞ്ഞ 20-25 കൊല്ലമായി ബംഗ്ലാദേശികൾ അനധികൃതമായി പശ്ചിമ ബംഗാൾ സംസ്ഥാനത്തേക്ക് വ്യാപകമായി കുടിയേറുന്നുണ്ട്. ഇവർക്ക് തൃണമൂൽ കോൺഗ്രസിന്റെയും മുമ്പ് CPM-ന്റെയും ഒക്കെ സഹായവും പ്രോത്സാഹനവും ഒക്കെ ലഭിച്ചുകൊണ്ടിരുന്നു. ഇവർ താരതമ്യേന 2 മുതൽ 3 വർഷം വരെ പശ്ചിമ ബംഗാളിൽ താമസിക്കും. ഇതിനുള്ളിൽ ഇവർ ഇന്ത്യയുടെ ആധാർ കാർഡ് അതുപോലെ തന്നെ
വോട്ടർ ID കാർഡ് എന്നിവ വ്യാജമായി നിർമ്മിച്ചവ സ്വന്തമാക്കും. അതിനുശേഷം ഈ രേഖകൾ ഉപയോഗിച്ചായിരിക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോവുക. ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ സുരക്ഷിതമായി കഴിഞ്ഞിരുന്ന അനധികൃത ബംഗ്ലാദേശികളാണ് ഇപ്പോൾ മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വരുന്നത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബംഗ്ലാദേശികൾക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമുണ്ടെന്നും ഇവിടെ ആരും ഇത്തരത്തിൽ സുവേന്ദു അധികാരി ചെയ്യുന്നത് പോലെ ബംഗ്ലാദേശികളെ പിടിച്ച് രാജ്യത്തിന് പുറത്തേക്ക് തള്ളാനുള്ള നടപടികളൊന്നും എടുക്കുകയില്ല എന്നും അറിയാവുന്നവരാണ് ഇത്തരത്തിൽ ഇവരെ ഈ സംസ്ഥാനങ്ങളിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരുന്നത്. അങ്ങനെ കർണാടകയിലെത്തിയ 20 ലക്ഷത്തോളം ബംഗ്ലാദേശികളാണ് ഇപ്പോൾ ഇവിടത്തെ ഈ സംസ്ഥാനങ്ങളിലെ പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ജനങ്ങളുടെ പേടി സ്വപ്നമായി മാറുന്നത്. കാരണം കർണാടകയിൽ ഇവർ ഇത്രയും എണ്ണത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളെ ഇത് ദോഷകരമായി ബാധിക്കുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകളുണ്ട്. അതായത് കർണാടകയിലെത്തിയ അനധികൃത കുടിയേറ്റക്കാരായ ബംഗ്ലാദേശികൾ ഉടൻ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതയുമുണ്ട്. കാരണം കേരളത്തിൽ നിന്നടക്കം നിരവധി പശ്ചിമ ബംഗാൾ സ്വദേശികൾ അവിടുത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. ലക്ഷക്കണക്കിന് പശ്ചിമ ബംഗാൾ സ്വദേശികളാണ് കേരളത്തിലെ പണിയിടങ്ങളിൽ നിന്നും അന്ന് പശ്ചിമ ബംഗാൾ എന്ന അവരുടെ സ്വന്തം സംസ്ഥാനത്തേക്ക് പോയത്. എന്നാൽ വോട്ടെടുപ്പ് കഴിഞ്ഞ് ഇവർ മടങ്ങിയെത്തിയിട്ടില്ല. BJP അധികാരത്തിലെത്തിയതോടെ ഇവർക്ക് അവിടെ തന്നെ തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്ന പ്രത്യാശയോടെ അവർ ആ സംസ്ഥാനത്ത് തന്നെ തുടരുകയാണ്. ഇതിൽ നല്ലൊരു വിഭാഗം പശ്ചിമ ബംഗാളിന്റെ അടുത്തുള്ള അതിർത്തി സംസ്ഥാനങ്ങളിൽ തൊഴിലിനായി പോയിട്ടുണ്ട്. കേരളത്തിലേക്ക് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പോയ 70 മുതൽ 80% വരെ ബംഗാൾ സ്വദേശികൾ ഇതുവരെയും മടങ്ങി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള തൊഴിലാളി ക്ഷാമം കേരളത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. കേരളത്തിലെ കൺസ്ട്രക്ഷൻ മേഖലയടക്കം ഇത്തരത്തിൽ തൊഴിലാളി ക്ഷാമം കാരണം പൊറുതിമുട്ടുകയാണ്. നിരവധി പദ്ധതികൾ നിലച്ചിരിക്കുന്നു. കെട്ടിട നിർമ്മാണം അടക്കമുള്ള നിരവധി പദ്ധതികൾ നിലച്ചിരിക്കുന്നു. ഹോട്ടൽ ഇൻഡസ്ട്രിയിലടക്കം വലിയ രീതിയിൽ തൊഴിലാളി ക്ഷാമം ഇപ്പോൾ നേരിടുന്നുണ്ട്. ബംഗാളികളില്ലാതെ വലിയ കഷ്ടത്തിലാണ് കേരളത്തിലെ ഒരു വലിയ വിഭാഗം ജനത. അതുകൊണ്ട് തന്നെ നിരവധി കൺസ്ട്രക്ഷൻ കമ്പനികൾ ഈ നാട് വിട്ടുപോയ ബംഗാളികളെ തിരികെ എത്തിക്കാനുള്ള വലിയ ശ്രമത്തിലാണ്. ചെന്നൈയിലും ബാംഗ്ലൂരും കേന്ദ്രീകരിച്ച് തീവണ്ടി ഇറങ്ങുന്ന ഇവരെ നേരിട്ട് കേരളത്തിലേക്ക് റാഞ്ചാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ബംഗാളികളെ ഇങ്ങനെ റാഞ്ചിക്കൊണ്ടുവരാൻ പ്രത്യേക സംഘം തന്നെ ചെന്നൈയിലും അതുപോലെ തന്നെ ബംഗളൂരുവിലും പ്രവർത്തിക്കുന്നുവെന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ കടുത്ത തൊഴിലാളി ക്ഷാമം നേരിടുന്ന കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾ ബംഗാളികൾ പോയ ഒഴിവിലേക്ക് അനധികൃത കുടിയേറ്റക്കാരായ ബംഗ്ലാദേശികൾ കർണാടകയിൽ നിന്ന് എത്താനുള്ള സാധ്യതയുണ്ട്. 20 ലക്ഷത്തോളം അനധികൃത കുടിയേറ്റക്കാരായ ബംഗ്ലാദേശികൾ കർണാടകയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആ സംസ്ഥാനത്തിന്റെ സ്ഥിതി വരും ദിവസങ്ങളിൽ അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോകും. അവരിൽ ചിലർ കേരളത്തിലേക്ക് വലിയ രീതിയിൽ ഒഴുകാനുള്ള സാധ്യതയുമുണ്ട്. കാരണം കേരളത്തിൽ നിന്ന് വോട്ടെടുപ്പിനായി ബംഗാളിലേക്ക് പോയ ബംഗാളികൾ ആരും തന്നെ തിരികെ വന്നിട്ടില്ല. ഏതാണ്ട് 80% ബംഗാളികൾ തിരികെ വന്നിട്ടില്ല. വലിയ രീതിയിൽ തൊഴിലവസരങ്ങൾ അവരെ കാത്ത് കിടക്കുന്നുണ്ട്. എത്രയും വേഗം ഈ തൊഴിലവസരങ്ങൾ ഫില്ല് ചെയ്ത് പദ്ധതി പുനരാരംഭിക്കാനാണ് കമ്പനികൾ ശ്രമിക്കുക. അങ്ങനെയെങ്കിൽ 20 ലക്ഷത്തോളം പേർ കർണാടകയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവരിൽ നല്ലൊരു വിഭാഗം കേരളത്തിലും എത്തും. കേരളത്തിന്റെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനെ പോലും വലിയ രീതിയിൽ ദോഷകരമായി ബാധിച്ചേക്കാവുന്ന ഒരു കുടിയേറ്റം തന്നെയാകും അത് നടക്കുകയാണ് എങ്കിൽ സംഭവിക്കുക. അതുകൊണ്ട് കേരളത്തിലെ ഭീകരവിരുദ്ധ വിഭാഗമടക്കം അല്ലെങ്കിൽ കേരളത്തിലെ പോലീസിനടക്കം വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകുകയാണ് വിവിധ ഇന്റലിജൻസ് ഏജൻസികൾ. പക്ഷേ ഇപ്പോഴും തെരഞ്ഞെടുപ്പിന്റെ ആലസ്യത്തിൽ നിന്ന് വിട്ടുമാറാത്ത കേരളത്തിലെ ഭരണകൂടം ഇതുവരെയും അതിനെതിരെ കർശനമായ നടപടികൾ സ്വീകരിച്ചു കണ്ടില്ല. ഇതിനോടകം തന്നെ ഇത്തരത്തിൽ അനധികൃത ബംഗ്ലാദേശികൾ കേരളത്തിൽ എത്തിച്ചേരാനുള്ള സാധ്യത വളരെയധികമാണ്. അതുകൊണ്ട് തന്നെ ഇവരെ കൃത്യമായ, അതായത് മടങ്ങിപ്പോയവർ തിരികെ വരുമ്പോൾ അവരുടെ കൃത്യമായ രേഖകളുടെ വെരിഫിക്കേഷൻ നടക്കേണ്ടതുണ്ട്. സാധാരണ രീതിയിലുള്ള വെരിഫിക്കേഷൻ മാത്രം പോരാ. ഇവർ കൊണ്ടുവരുന്നത് ഒറിജിനൽ ഡോക്യുമെന്റ് ആണോ അതോ വ്യാജരേഖകളാണോ എന്ന് പരിശോധിക്കാൻ തക്ക സംവിധാനങ്ങൾ കേരളത്തിൽ ഉണ്ടാകണം. അനധികൃതമായി കുടിയേറ്റക്കാർ കേരളം പോലെയുള്ള കുഞ്ഞു സംസ്ഥാനങ്ങളിലേക്ക് കയറിപ്പറ്റിയാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് അതീവ ഗുരുതരമായിരിക്കും. ഒരു സംസ്ഥാനത്തിന്റെ ജനസംഖ്യാ ഘടനയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായാൽ അവിടെ ക്രമസമാധാന പ്രശ്നങ്ങളടക്കം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ബംഗാളികൾ ഇങ്ങോട്ട് പോന്നോട്ടെ എന്നാണ് കേരളത്തിന്റെ പൊതുസമൂഹവും ചിന്തിക്കുന്നത്. പക്ഷേ അതിലെ ഒരു അപകടം ഇതാണ്. 20 ലക്ഷത്തോളം അനധികൃത കുടിയേറ്റക്കാരായ ബംഗ്ലാദേശികൾ
കർണാടകയിൽ എത്തിയിരിക്കുന്നുവെന്ന റിപ്പോർട്ട് ശരിയാണെങ്കിൽ അവരിൽ നല്ലൊരു ഭാഗം ഉടൻ തന്നെ കേരളത്തിലും എത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കേരള സർക്കാർ ഇത്തരക്കാരെ കണ്ടുപിടിച്ച് പുറത്താക്കാനുള്ള കേന്ദ്ര സർക്കാർ നടപടികളോട് സഹകരിക്കുകയാണ് വേണ്ടത്.